രേണുസുതി വീഡിയോ ലീക്കായി പറഞ്ഞ ഒരുത്തൻ കിട്ടുന്നുണ്ട്. ഇവനൊക്കെ സബിനകത്ത് കയറി ഇരുന്ന് ആസ്വദിച്ചിട്ടാണ് ഇവനൊക്കെ ഇങ്ങനെ പുറത്ത് വിടുന്നത്. സത്യം പറഞ്ഞ ലൈവാണ്. സബിനകത്ത് ലൈവ് പോയതല്ല, ഞാൻ പേഴ്സണലി ചാറ്റ് ചെയ്തോ വീഡിയോ കൊടുത്തതല്ല. ആദ്യം നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഞാൻ ഇന്നലെ ഉച്ചയ്ക്ക് ലൈവ് പോയതാണ്. മനസ്സിലായി, ഒരുപാട് നാളെ ലൈവ് പോയിട്ടാണ് ലൈവ് പോയതാണ്. ഞാൻ ആ ലൈവ് പോയ വീഡിയോ ആണ് ആസ്വദിച്ചിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് പുറത്ത് വിട്ടിരുന്നത്. ഏത് നാറിയാണെങ്കിൽ എടാ, നാണം കെട്ട നാറികളെ, ഇതൊക്കെയാണോ നിന്റെ പരിപാടി? നാണമില്ലാത്ത നാറികളെ. എടാ, എന്റെ ചുണ്ട് നിങ്ങൾ നോക്ക്. ഇത് കണ്ട, ഈ ചുണ്ട് പൊട്ടിയിരിക്കണം. കുറച്ച് ദിവസമൊക്കെ കാലാവസ്ഥ പ്രശ്നം തോന്നുന്നു, ചുണ്ടെല്ലാം പൊട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അതാണ് ലൈവിൽ വന്ന് കാണിച്ചു തന്നത്, നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു തന്നത്. മനസ്സിലായോ? നീ എന്താ ഓർത്ത് ഞാൻ ഈ ലൈവ് പോകുന്നത്? ഞാൻ ഇനി ലൈവ് പോകും. ഞാൻ എനിക്ക് നിന്നെ പേടിച്ചിട്ടേ ലൈവ് പോകാൻ പറ്റില്ല. നീ വന്ന് ഈ സ്ക്രീൻഷോട്ട് എടുത്ത് പുറത്ത് വിടാ. ഞാൻ ഒരു ദിവസം കടന്നു പോകാനായിട്ട് എന്തെല്ലാം തരത്തിലുള്ള അപരാധങ്ങൾ കാണേണ്ടി വരും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഒരു എക്സാമ്പിളാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അതായത് ന്യായീകരിച്ച് മെഴുകലിന്റെ പീക്ക് ഐറ്റമാണ് ഈ കണ്ടതെന്ന് പറയുന്നത്. കാരണം കാണിച്ചു കൂട്ടാവുന്നതിന്റെ അങ്ങേയറ്റം വൃത്തികേടുകൾ കാണിച്ചു കൂട്ടിയിട്ട് അവസാനം വന്ന് നിന്ന് അങ്ങ് മെഴുകി തള്ളുവാണ്. അത് അങ്ങനെയല്ല, ഇങ്ങനെയാണ്, മറ്റതാണ്, മറിച്ചതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നാണമില്ലേ എന്ന് മാത്രമേ ചോദിക്കാറുള്ളൂ. ഇങ്ങനെയൊക്കെ വന്ന് തള്ളി മറിക്കാനായിട്ട് കുറച്ചെങ്കിലും ഉളുപ്പ് വേണമെന്ന് മാത്രമേ പറയാറുള്ളൂ. കാരണം അതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിയതെന്നുള്ളത് നാട്ടുകാർ മുഴുക്ക ഒന്നടങ്കം കണ്ട ഒരു കാര്യം തന്നെയാണ്. ഇനി അയ്യോ അതല്ല എൻ്റെ ചുണ്ടുപൊട്ടിയിരിക്കുന്നു, മറ്റതാണ്, മറിച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വന്ന് മെഴുകാനും വേണം കുറച്ചൊക്കെ തൊലിക്കട്ടി എന്ന് പറയുന്നത്. അതെന്തായാലും ആവശ്യത്തിൽ കൂടുതൽ രേണുവിനുണ്ട് എന്നുള്ളത് പലപ്പോഴായിട്ട് രേണു തെളിയിച്ച ഒരു കാര്യം തന്നെയാണ്. ഇത് രസകരമെന്ന് പറയുന്നത് ഇതൊന്നും അല്ലടി. ആ ഒരു വീഡിയോ ലീക്കായതിൽ പിന്നാലെ, അതായത് നമ്മൾ കണ്ട ഒരു കാര്യം തന്നെയായിരുന്നു അതിൻ്റെ അകത്ത് രേണു കാണിച്ചു കൂട്ടിയ സംഭവവികാസങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ച്. എന്നിട്ട് വന്നുകൊണ്ട് ഒന്ന് മെഴുകുവാണ്, അത് അങ്ങനെയല്ല, ഇങ്ങനെയാണ്, മറ്റതാണ്, മറിച്ചതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കഷ്ടം മാത്രം. അതായത് ഈ പറയുന്ന തോതിൽ എന്താ പറയുക, കാശിന് വേണ്ടിയിട്ട് ഈ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന സംഭവത്തിൽ കാശിന് വേണ്ടിയിട്ടാണല്ലോ ഇമാതിരിയുള്ള പരിപാടികൾ കാണിച്ചു കൂട്ടുന്നതെന്ന് പറയാം. ഇങ്ങനെ ഇത്രയും ഒരു ലോ ലെവൽ രീതിയിൽ ഇമാതിരിയൊക്കെ കാണിച്ചു കൂട്ടുക എന്ന് പറയുന്നത് പരമ പുച്ഛമാണ് തോന്നുന്ന കാര്യം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു വീഡിയോ പുറത്തു വന്നതിന് ശേഷം രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്നവരാരെയും കാണാനില്ലടേ, എല്ലാവരും മാഞ്ഞു പോയടേ. ഒരാളെ പോലും, അതായത് രേണുവിൻ്റെ ഈ ഒരു വീഡിയോ, അതായത് ആ ലീക്ക് വീഡിയോ വന്നതിന് ശേഷം ഈ വീഡിയോ രേണു മെഴുകിയ ഈ ഒരു വീഡിയോ, അതായത് ന്യായീകരിച്ച് മെഴുകിയ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ വന്നിട്ടുള്ള കമൻറ്റുകളൊന്ന് കാണണം. അയ്യോ, പൂരത്തെറി എന്ന് പറഞ്ഞാൽ പൂരത്തെറി. ഒരാൾ പോലും ഒരു കമന്റ് പോലും രേണുവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അതിലില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യം. അതിൽ ഭൂരിഭാഗം പേരും രേണുവിനെ അങ്ങേയറ്റം വിമർശിച്ചുകൊണ്ട് പറഞ്ഞിരിക്കുന്നത് സ്ത്രീകളാണ് എന്നതാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് കാണേണ്ട കാര്യം എന്ന് പറയുന്നത്. സ്ത്രീകൾ ഒന്നടങ്കം എന്താ പറയുക, അടിച്ചോടിക്കുന്ന തരത്തിൽ, ചൂലെടുത്ത് അടിച്ചോടിക്കുന്ന തരത്തിലുള്ള ഓരോ കമന്റുകളായിരുന്നു അതിൻ്റെ അകത്ത് വന്നിരുന്നത്. അതായത് അത്രയ്ക്കും അങ്ങേയറ്റം ഇനി വിമർശിക്കാനായിട്ട് ഒന്നും തന്നെ ഇല്ല എന്ന് വേണം പറയാം. അതുപോലത്തെ രീതിയിൽ കൊള്ളേണ്ട രീതിക്ക് തന്നെ നല്ല മാക്സിമം ഡോസ് കൊടുത്ത് അതിൻ്റെ അത് കമന്റ് ചെയ്ത് തന്നെ നിറച്ചിട്ടുണ്ട്. അതും സ്ത്രീകളാണ് എന്നതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. പക്ഷെ ഇതൊന്നും തന്നെ രേണുവിനെ ഏക്കത്തില്ല. കാരണം ഭയങ്കര തൊലിക്കട്ടി ആയതുകൊണ്ട് തന്നെ ഇനി ഇതല്ല, ഇനി വേറെ എന്ത് തരം വന്നാലും ഒരു കൂസലും ഉണ്ടാവത്തില്ല എന്നുള്ളത് യാഥാർത്ഥ്യം. കാരണം ഇത്രയൊക്കെ ആയിട്ടും ഞാൻ ഇനിയും വീഡിയോ ചെയ്യും, എന്നെ ഇഷ്ടപ്പെടുന്ന കുറേയധികം സബ്സ്ക്രൈബേഴ്സ് അതിൻ്റെ അകത്തുണ്ട്, അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഞാൻ ഇനിയും ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് വേറൊരു മെഡിക്കൽ വീഡിയോ ആയിട്ട് രേണു വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും പരമ കഷ്ടമാണ് ശരിക്കും പറഞ്ഞാൽ തോന്നുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. കാരണം ഇവരെ കുറച്ച് പേര് ഇപ്പോഴും സപ്പോർട്ട് ചെയ്ത് കൂടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതും കൂടി കളഞ്ഞ് പൊളിച്ച് തൊലയ്ക്കുന്ന ഒരു അവസ്ഥയിലോട്ട് ഈ ഒരു വീഡിയോ കൂടി പുറത്തു വന്നപ്പോഴത്തേക്കുണ്ടായി. കാരണം നേരെ ചൊവ്വേ ആ ഒരു വീഡിയോ ഏതൊരു സ്ത്രീ കണ്ടാലും, മര്യാദയ്ക്ക് ജീവിക്കുന്ന ഏതൊരു സ്ത്രീ ആയാലും ഇവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നിൽക്കത്തില്ല. കാരണം അമ്മാതിരിയുള്ള കാണിച്ച് കൂട്ടലുകളാണ് അതിൻ്റെ അകത്ത് കാണിച്ച് കൂട്ടിയിരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യമാണ് ഒരു കാര്യം എന്ന് പറയുന്നത്. എന്ത് തന്നെ ആയാലും, ഇനി വിധവയായാലും, ഇനി മക്കൾക്ക് വേണ്ടിയിട്ടായാലും, ഇനി ഈ പറയുന്ന തോതിൽ ജീവിക്കാൻ വേണ്ടിയിട്ടായാലും, എന്ത് കുന്തമായാലും ഇതുപോലെയൊക്കെ കാണിച്ചു കൂട്ടിയിട്ടല്ലടേ ജീവിക്കുക എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ കാശുണ്ടാക്കിയിട്ടല്ല ശരിക്കും പറഞ്ഞാൽ ജീവിക്കുക എന്ന് പറയുന്നത്. മാന്യമായിട്ട് പല ഇതുകൊണ്ട് സബ്സ്ക്രിപ്ഷനിൽ തന്നെയും അവർക്ക് മാന്യമായിട്ടുള്ള കാര്യങ്ങൾ ഈ പറയുന്ന രീതി വീഡിയോ ആക്കി അവർക്ക് ഇടാം. പക്ഷെ ഇത് കാണിച്ച് കൂട്ടിയത് അങ്ങേയറ്റം എന്താ പറയുക, പറയാൻ പോലും വാക്കുകളില്ലാത്ത രീതിയിലുള്ള കാണിച്ചു കൂട്ടില്ല. അപ്പം എന്നിട്ടും അതിനെ മെഴുകിക്കൊണ്ട് വന്ന് ന്യായീകരിച്ച് ആ ഒരു തൊലിക്കട്ടി വേണം സമ്മതിക്കാനായിട്ട്. ശരിക്കും പറഞ്ഞാൽ എന്തൊക്കെയാ പറഞ്ഞാലും ഉള്ള സപ്പോർട്ടും കൂടി എന്തായാലും രേണു ഇല്ലാതാക്കിയിട്ടുണ്ട്. കാരണം ഇവർക്ക് റീച്ച് കുറഞ്ഞത് കൊണ്ട് തന്നെ ഇവരെങ്ങനെയെങ്കിലും ഒന്ന് റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് കാണിച്ചു കൂട്ടുന്ന പെടാപ്പാടാണ് ഇതൊക്കെ എന്ന് വേണമെങ്കിൽ എടുത്ത് പറയാം. കാരണം ഇവർ തന്നെ പറഞ്ഞു, എൻ്റെ റീച്ച് ഇപ്പോൾ ഡൗൺ ആയിട്ട് നിൽക്കുകയാണ്, എനിക്കിപ്പോൾ വർക്കുകളൊന്നും നേരെ രൂപയൊന്നും കിട്ടുന്നില്ല, ഇനി ഇതില്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ നോക്കുമെന്ന് ഇവർ തന്നെ പച്ചയ്ക്ക് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ പൂഴിക്കട ഇറക്കിയതാണ്, പുള്ളിക്കാലത്ത് ഒരു പൂഴിക്കട ഇറക്കി വിട്ടതാണ്, ഒരു ലൈവ് അങ്ങ് പോയി. പിന്നെ അത് ഈ പറയുന്ന രീതി ചർച്ച പക്ഷേ ആവുമല്ലോ, കാരണം അമ്മാതിരിയുള്ള ഒരു കാര്യമാണല്ലോ പടച്ച് വിട്ടിരിക്കുന്നതെന്ന് പറയുന്നത്. എന്തായാലും അതിലൂടെ ഇവരെ സപ്പോർട്ട് ചെയ്ത് കുറച്ച് സ്ത്രീകളെങ്കിലും കൂടെ ഉണ്ടായിരുന്നു. അതും കൂടി ഇപ്പോൾ അവർ തൊലയ്ക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തി എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ രേണുവിനെ അഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്നവർക്ക് ഏറ്റവും കൂടുതൽ സമാധാനപരമായിട്ടൊരു കാര്യം എന്ന് പറയുന്നത്. കാരണം ഇവരുടെ വീഡിയോയ്ക്ക് താഴെ വന്ന കമന്റുകൾ ഒരെണ്ണം പോലും ഇവർക്ക് സപ്പോർട്ട് ചെയ്തില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എങ്ങനെയാണ് ഇവരെ സപ്പോർട്ട് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ? ഈ പറയുന്ന കിച്ചു ആയാലും ഋതപ്പനായാലും ഒക്കെ തന്നെ ഇതൊക്കെ കേക്കിംഗ് ആണൊക്കെ ചെയ്യുന്ന ഒരു കാര്യമില്ല. എങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ
ആ മോനൊക്കെ വളർന്നു വലുതാകുമ്പോഴത്തേക്കും എന്ത് മറുപടിയാണ് ഈ പറയുന്ന രീതിയിൽ രേണു അവർക്ക് കൊടുക്കുന്നതെന്ന് പറയുന്നത് കഷ്ടം തന്നെയാണ്, പറയാതിരിക്കാൻ പറ്റില്ല. അമ്മാതിരിയുള്ള കാട്ടിക്കൂട്ടലുകൾ. സുധി എന്ന് പറയുന്ന വ്യക്തിയുടെ പേരും വെച്ചുകൊണ്ട് ഇമ്മാതിരിയുള്ള പേക്കൂത്തുകൾ കാണിച്ചു കൂട്ടുന്നതെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അങ്ങേയറ്റം അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ളതാണ് രേണുവിൻ്റെ ഒരു പോക്കെന്ന് പറയുന്നത്. ഇനി എവിടം വരെയൊക്കെ കാണിച്ചു കൂട്ടാൻ കിടക്കുന്നു, ഇനി എന്തൊക്കെ കാണാൻ കിടക്കുന്നു എന്നുള്ളത് കാത്തിരുന്ന് കാണാം. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇവരെ സപ്പോർട്ട് ചെയ്തിരുന്ന കുറച്ച് പേരെങ്കിലും ഇപ്പോൾ എല്ലാ രീതിയിലും ഇവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. അതായത് ഇവരെ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, ഇവരെ അതുപോലെയുള്ള കാണിച്ചു കൂട്ടലുകളാണ് കാണിച്ചു കൂട്ടിയിരിക്കുന്നതെന്ന് പലർക്കും ഇപ്പോൾ വളരെ വ്യക്തമായിട്ട് ബോധ്യമായിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ലീക്കായിട്ട് വന്ന ആ ഒരു വീഡിയോയിലൂടെ തെളിഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്.